ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ദൈവവചന കേൾവിയിലേക്ക് ഹൃദ്യമായി അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 43-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നാം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിൽ ശമൂവേൽ ബാലനെക്കുറിച്ചുള്ള നിരവധി പ്രത്യേകതകളാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം 8-ാമത്തെ പ്രത്യേകത ഓർക്കുകയുണ്ടായി. ദൈവം അവനോട് അറിയിച്ചത് വിശ്വസ്തയോടെ ഏലിയെ അറിയിച്ച ശമൂവേൽ ബാലനെ നാം കാണുകയുണ്ടായി. ഇന്ന് 9-ാമത്തെ കാര്യമായിട്ട് യഹോവയുടെ സന്നിധിയിൽ വളർന്നവൻ എന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ശമൂവേൽ ബാലനെ ചിന്തിക്കുവാനായിട്ട് കഴിയും. 9-ാമത്തെ പ്രത്യേകത എന്താണ് ശമൂവേൽ ബാലനിൽ നമുക്ക് 1 ശമൂവേൽ 3-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് യഹോവയുടെ സന്നിധിയിൽ വളർന്നവനാണ് ശമൂവേൽ ബാലൻ എന്ന് നിശ്ചയമായിട്ടും പറയാനായിട്ട് കഴിയും. 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: എന്നാൽ ശമൂവേൽ വളർന്നു. ഇവിടെ ശമൂവേൽ ബാലൻ്റെ വളർച്ചയെക്കുറിച്ച് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ വളരുന്ന ഒരു ജീവിതമാണ് ദൈവം ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ ശമൂവേൽ ബാലൻ്റെ വളർച്ചയെക്കുറിച്ചാണെങ്കിലും ആത്മീയമായിട്ടുള്ള വളർച്ച ഓരോ വിശ്വാസിയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. കാലാകാലങ്ങളായി ക്രിസ്തുവിലായ ദൈവജനത്തെ സംബന്ധിച്ച് ഒരു കാര്യം ചോദിക്കട്ടെ: വളർച്ചയുടെ തോത് ഉയർന്നിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ട നാളിൽ നിന്ന് കാലങ്ങളേറെ മുന്നോട്ട് പോയിട്ടും ആത്മീയമായ വളർച്ചയിൽ അങ്ങയ്ക്ക് പുരോഗതി വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങയുടെ ക്രിസ്തീയ ജീവിതത്തെ ഒന്ന് പുനർവിചിന്തനത്തിന് വിധേയമാക്കണം. ഇവിടെ ഇതാ ശമൂവേൽ ബാലനെ കുറിച്ച് പറയുമ്പോൾ ശമൂവേൽ ബാലൻ വളർന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2-ാം അധ്യായത്തിൽ അതിൻ്റെ 26-ാം വാക്യത്തിൽ ശമൂവേൽ ബാലൻ്റെ വളർച്ചയെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറ്റൊരു കാര്യം കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ഒരു വിശ്വാസിയുടെ വളർച്ച ദൈവം ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ വളർന്ന ശമൂവേലിനെ കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്ര ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വസ്തുതയാണ്. ശമൂവേൽ ബാലനോ വളരും തോറും, അതായത് ജീവിതത്തിൻ്റെ നാളുകൾ മുന്നോട്ട് പോകും തോറും, ഓരോ ദിവസവും കഴിയും തോറും ക്രമാനുഗതമായിട്ടുള്ള വളർച്ച അവനിൽ വരികയാണ്. അതാണ് ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തിയത്. രക്ഷിക്കപ്പെട്ട നാളിൽ നിന്ന് ഇന്ന് തിരിഞ്ഞു നിന്ന് നോക്കിയാൽ എത്രമാത്രം ആത്മീയ വളർച്ച അങ്ങയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്? ഇതിൻ്റെ ഉത്തരം വളരെ വ്യക്തമായി ഓരോ വിശ്വാസികളും കർത്താവിനോട് പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട നാളിൽ നിന്ന് ക്രമാനുഗതമായി വളർന്നിട്ടുണ്ടോ? എൻ്റെ ആത്മീയ വളർച്ചയുടെ തോത് ഉയർന്നിട്ടുണ്ടോ? സ്വർഗത്തിൻ്റെ ഗ്രാഫിൽ എന്നെക്കുറിച്ച് പുരോഗതി ഉണ്ട് എന്ന് രേഖപ്പെടുത്തുമോ? അത് രേഖപ്പെടുത്തണമെങ്കിൽ അതിൻ്റെ ഒരു അളവുകോൽ ഇവിടെ പറയുന്നുണ്ട്. എന്താണത്? യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. അതിൻ്റെ അർത്ഥം ശമൂവേൽ ബാലനോട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്നുള്ളതല്ല. അതായത് ശമൂവേൽ ബാലൻ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും എല്ലാവരും യോജിക്കുന്നുവെന്നല്ല, അതിൽ എതിർപ്പുള്ളവരുണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ മുൻപാകെ വളരുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള വിഷയങ്ങളിൽ വളരുക, അത് ഭക്തരായിട്ടുള്ള ആളുകളിൽ മറ്റുള്ളവർക്ക്
പ്രീതി ഉണ്ടാക്കുന്ന വിഷയമായി ദൈവം മാറ്റുകയാണ്. ഇവിടെ ഇതാ നാം വായിക്കുന്നത്, ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായിരുന്നു. ആദ്യം ദൈവത്തിന് പ്രീതിയുള്ള ക്രിസ്തീയ ജീവിതം നമുക്ക് ഉണ്ടാകുവാൻ സാധിക്കണം. കർത്താവിൻ്റെ പ്രീതി മനുഷ്യരുടെ മുൻപാകെയും നമ്മളെ മാന്യരാക്കി തീർക്കുകയും മറ്റുള്ളവർക്ക് നമ്മളോട് പ്രീതി തോന്നിക്കുന്ന ഒരു ദൈവം നമ്മളിലൂടെ വെളിപ്പെടുകയും ചെയ്യും. ശമൂവേൽ ബാലൻ്റെ വളർച്ചയെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. അവൻ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു വേദഭാഗം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ഇതിനോടുള്ള ബന്ധത്തിൽ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം തുടങ്ങുമ്പോൾ അവിടെ പറയുന്ന ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിലേക്ക് ഒരു നിമിഷം നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. അവിടെ പറയുന്നൊരു ആശയമുണ്ട്. ആത്മീയർക്കാണ്, അഥവാ ക്രിസ്തുവിൽ വളർന്നവർക്കാണ് ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ജഡികന്മാരെ സംബന്ധിച്ച് ശിശുക്കളെ പോലെയുള്ള അല്ലെങ്കിൽ പാലു മാത്രം കഴിപ്പാൻ പ്രാപ്തിയുള്ളപ്പോൾ ആത്മീയ വിഷയങ്ങളിൽ മുന്നോട്ട് പോകുവാനും മനസ്സിലാക്കുവാനും പ്രാപ്തി നേടാതെ ഇരിക്കുമ്പോൾ ആത്മീയ വളർച്ചയെത്തിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന് ദൈവവചനത്തിൻ്റെ കട്ടിയായ ആഹാരത്തെ കഴിക്കുവാൻ പ്രാപ്തിയുണ്ടാകുന്നു. പ്രിയപ്പെട്ട സ്നേഹിതരെ, എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ ചോദിക്കട്ടെ, ആത്മീയ വളർച്ചയുടെ ഒരു തോത് ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനുള്ള ആത്മീയ പ്രാപ്തിയാണ്. പ്രിയപ്പെട്ടവരെ, അത് സംഭവിക്കുന്നില്ലെങ്കിൽ ആത്മീയ വളർച്ച ഉണ്ടാകുന്നില്ല എന്നുള്ളത് ദുഃഖത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുക. ഇന്ന് ഈ സമയം ഒരു കാര്യം നമുക്ക് ആഗ്രഹിക്കാം, നമ്മുടെ ആത്മീയ വളർച്ച ദൈവം മുൻപാകെ ഉണ്ടാകണം. മനുഷ്യരുടെ മുൻപാകെ, അതിനു മുൻപ് ദൈവത്തിൻ്റെ മുൻപാകെ പ്രീതി സമ്പാദിക്കുവാൻ, ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ, കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ പ്രിയപ്പെട്ടവരെ ആത്മീയ വളർച്ച നമുക്കുണ്ടാകട്ടെ. ഈ ചിന്ത ആത്മീയ ജീവിതത്തിന് മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം തമ്പുരാൻ അങ്ങേ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.